ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ സ്റ്റീന. അപ്പോൾ എൻ്റെ കുറേ വീഡിയോകൾ കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് ഷോർട്സ് കുറേ ഇടാറുണ്ട്. അപ്പോൾ വീഡിയോസായിട്ട് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണെന്ന് നോക്കിയാൽ നമ്മൾ പട്യാല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ ഹോട്ടലിൻ്റെ പേര് പട്യാല. ബാക്കി എന്തുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. കഴിക്കുന്ന ആക്രാന്തത്തിൽ കയറി പോകും. അപ്പോൾ ഞാനിന്ന് രാവിലെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്ത് ഓഫീസിൽ പോയി. രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഓഫീസിൽ പോയി. ആൻഡ് ദെൻ ഐ ഹാഡ് സം ബാഡ് ഡേ. ഈ വീഡിയോ എൻ്റെ മാനേജർ ഉറപ്പായിട്ട് കാണും. എൻ്റെ മാനേജർ ഗേവ് മി എ വെരി ബാഡ് ഡേ. അപ്പോൾ ഞാൻ പകുതിക്ക് വെച്ച് ഇറങ്ങി വന്നു. എന്ന് വെച്ചാൽ ലിജോനെ വിളിച്ചു, എന്താ നയിക്കാൻ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബാഡ് ഡേ ആയതുകൊണ്ട് ലിജോ പറഞ്ഞു എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ കുറേ ആഗ്രഹം ഉണ്ടായത് ഷവർമ കഴിക്കണം. ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹം വരും. അപ്പോൾ അതേപോലെ ഷവർമ കഴിക്കാൻ കയറിയതാണ്. ആൻഡ് ദിസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. ഒരു പ്രാവശ്യം ഇവിടുന്ന് ഷവർമ കഴിച്ചു. ആൻഡ് ഐ ഫെൽറ്റ് ദിസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ഷവർമ. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ഡിഫറെൻറ്റ് ഷവർമ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം റുമാനി ഷവർമ പ്ലേറ്റ്, അതായത് പ്ലേറ്റ് ഷവർമ. ഇനി ഒരെണ്ണം സ്പൈസി ചോദിച്ചുകൊണ്ട് മെക്സിക്കനാണ് നോക്കി. അപ്പോൾ മെക്സിക്കൻ ഓൾറെഡി വന്നു. ഇതാണ് മെക്സിക്കൻ ഷവർമ. റുമാനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഒക്കെ നോക്കുമ്പോൾ ഇത് 160, റുമാനി നോർമൽ 160 ആൻഡ് മെക്സിക്കൻ 170 ആണ് വരുന്നത്. അപ്പോൾ ദിസ് ഇസ് ഇത്രയും ബിഗാണ്. കഴിച്ച് എൻ്റെ ബാക്കി ലിജോനെ കഴിക്കേണ്ടി വരും. ആൻഡ് ഞാൻ ഈ സ്ഥലം കാണിക്കാം, ലൊക്കേഷനും പിൻ ചെയ്തിട്ടേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്ത രണ്ട് സാധനം എത്തി. ഇതായിരുന്നു ഇത് കണ്ടു. ഇതാണ് മെക്സിക്കൻ. അപ്പോൾ ഇതാണ് സ്പൈസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിന്ന് നോക്കുമ്പോൾ അറിയാം. പിന്നെ ഇത് നോർമൽ. ഇതിൽ ഇറച്ചിയും ഉള്ളിയൊക്കെ ഇട്ട് വാട്ടി വെച്ചിരിക്കുന്നു തോന്നുന്നു. പക്ഷേ ഇത് ഭയങ്കര ബിഗാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ടിപ്പ് ചോദിച്ചുകൊണ്ട് മയണൈസ് കിട്ടും. അപ്പോൾ ഇത് നല്ല അഫോർഡബിൾ ആണ്. ബാംഗ്ലൂരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മലയാളീസ് ആൻഡ് കേരളപുരം ഏരിയയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ഥലം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ എന്താ പറയാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഗൈസ്. പിന്നെ ഞാൻ ഇതിൻ്റെ സറൗണ്ടിങ് ഒന്ന് കാണിക്കാം വീഡിയോയിൽ. അപ്പോൾ അത്രേ ഉള്ളൂ, കാണാം. And I can quickly tell this, ബാംഗ്ലൂരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദിസ് ഇസ് ഇൻ കേരളപുരം TC പാലിയ ലൊക്കേഷൻ ആൻഡ് ദ നെയിം ഇസ് പട്യാല തന്തൂർ. അപ്പോൾ ഞാൻ ലൊക്കേഷൻ്റെ നെയിമൊക്കെ പിന്നെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ദിസ് ഇസ് വെരി അഫോർഡബിൾ. ഒരാളെ കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റും. എനിക്ക് കഴിച്ച് തീർക്കാൻ പറ്റിയില്ല പേഴ്സണലി. ഇറ്റ് വാസ് വെരി വെരി ബിഗ് ആൻഡ് ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. പിന്നെ അധികം മെക്സിക്കൻ എന്ന് പറയുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടായില്ല. ഇറ്റ് വാസ് റിയലി മീഡിയം. കൊച്ചു പിള്ളേർക്ക് വരെ കഴിക്കാം. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. യു ക്യാൻ ട്രൈ. റിയലി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ അങ്ങനെ അധികം തിരക്കൊന്നും കാണില്ല. നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് ഇവിടെ കൂടുതലും സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ ഓർഡേഴ്സാണ് പോകുന്നത്. പിന്നെ ഇത് പ്രവർത്തിക്കുന്നത് മിഡ് നൈറ്റ്. ഇത് 24/7 ഓപ്പൺ ആണ്. പക്ഷേ കൂടുതലും ആൾക്കാർ വരുന്നത് രാത്രി 10-11 മണിക്ക് ശേഷം. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ മാത്രമേ വരുള്ളൂ. ആൻഡ് ദിസ് ഇസ് ദ ആംബിയൻസ്. റിയലി എസ്തറ്റിക് ആൻഡ് കുറച്ചും കൂടി. നമ്മളൊരു 6 മണിക്ക് ആ ടൈമിലാണ് പോയത്. നൈറ്റൊക്കെ പോകുമ്പോൾ അടിപൊളിയാണ്. ആൻഡ് ദിസ് ഇസ് ദ ഔട്ട്ലുക്ക്. പട്യാല തന്തൂർ എന്നാണ് പേര്. ആൻഡ് ഇറ്റ്സ് എ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് എവറി സോർട്ട്സ് ഓഫ് ഫുഡ്. അപ്പോൾ ബാംഗ്ലൂരിൽ നമ്മുടെ മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദിസ് ഇസ് എ മസ്റ്റ് ട്രൈ ഇൻ TC പാലിയ. ബൈ.